ഹലോ മുത്തുമണികളെ. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഭർത്താവ് എന്നതിൻ്റെ 3-ാം പാർട്ട് വേണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വേണം, 3-ാം പാർട്ട് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ മൗനം പാലിച്ചു, അതായത് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാം, പറഞ്ഞില്ലെങ്കിൽ വിഷയമൊന്നുമില്ല. ബീൻ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് വിഷയമൊന്നുമില്ല, പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും എന്നുള്ളതാണ് ആ മൗനത്തിൻ്റെ അർത്ഥം. 2 വ്യക്തികൾ, എൻ്റെ സഹോദരി ഹഫ്സാമ, എൻ്റെ അമ്മ, ഇവർ 2 പേരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട, അതിൽ കാര്യമില്ല. എൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, വേണ്ട മക്കളെ, നമ്മൾ അനുഭവിച്ചത് നമ്മളിൽ അവസാനിക്കട്ടെ, അത് വേണ്ട, പറയണ്ട. ഹഫ്സാമ എൻ്റെ അടുത്ത് പറഞ്ഞത് വേണ്ട, അതിൽ കാര്യമില്ല ബീനെ. നമ്മളങ്ങനെ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും ആളുകളുടെ സഹതാപത്തിന് വേണ്ടി നമ്മൾ പറയുന്നു എന്ന്. സത്യത്തിൽ ആളുകളുടെ സഹതാപം കൊണ്ടൊന്നും എനിക്ക് ജീവിക്കേണ്ട ഒരവസ്ഥയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരാളുമല്ല ഞാൻ. അങ്ങനെ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് യാചിച്ചിട്ട് ഞാൻ ഒരിടത്ത് നിൽക്കുകയും ഇല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, കഷ്ടപ്പാടിൻ്റെ വില അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും. എൻ്റെ 12-ാമത്തെ വയസ്സ് മുതൽ ഞാൻ കഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇന്നീ നിമിഷം വരെയും കഷ്ടപ്പെടുന്ന ഒരാളാണ്. പലരും എൻ്റെ അടുത്ത് എന്നെ വഴക്ക് പറയാറുണ്ട്. എൻ്റെ മക്കളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കിടന്ന് പണിയെടുക്കുന്ന എന്തിന്, നിങ്ങൾ മക്കളെ കൊണ്ടൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുക, മക്കളൊക്കെ വലുതായില്ലേ എന്ന് പറയാറുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ കഷ്ടപ്പെടുന്നു, ഇന്നും കഷ്ടപ്പെടുന്നു. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ കഷ്ടപ്പെടുന്നു, അതിലെനിക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം എൻ്റെ അമ്മ 67 വയസ്സായി, എൻ്റെ അമ്മ ഇന്നും ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ആ അമ്മയുടെ മകളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് അതൊരു വിഷയമുള്ളൊരു കാര്യമേ അല്ല. പക്ഷേ ഈ കാര്യങ്ങളിങ്ങനെ പറയാതെ പോയാൽ 1000 രൂപയുടെ പേരിൽ എൻ്റെ കഷ്ടപ്പാടും എൻ്റെ വേദനയും എൻ്റെ വിഷമതകളും 1000 രൂപയിൽ സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുന്ന ചില ആളുകളുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു തെണ്ടികളുടെയും പിന്നാലെ പോകുന്ന ഒരാളല്ല ഞാൻ, പോവുകയുമില്ല. അതിലും വലിയ ആവശ്യങ്ങൾ വന്ന സമയത്ത് എൻ്റെ സ്വന്തം കുടുംബക്കാരോട് പോലും, ഒരു ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് അർഹതയോടുകൂടി ചോദിക്കാൻ, അവകാശത്തോടുകൂടി ചോദിക്കാൻ അർഹതയുള്ള ആളുകളാണ് നമ്മുടെ സ്വന്തം കുടുംബം എന്ന് പറയുന്നത്. അതിൽ എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് അത്രയും അധികാരമുള്ള ഒരു ഫാമിലിയാണ്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അതുപോലെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്, എൻ്റെ ഫാമിലി ഞാൻ മാത്രമാണ് എൻ്റെ അമ്മയ്ക്കുള്ളത്. പിന്നെയുള്ളത് എൻ്റെ അമ്മയുടെ സഹോദരങ്ങളും അവരുടെ മക്കളും ഒക്കെയാണ്. എങ്കിലും ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ സഹോദരങ്ങളടുത്ത്, എൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ മക്കളോട് ഞാൻ കരഞ്ഞുകൊണ്ട് എനിക്കത് വേണം എന്ന് പറഞ്ഞ് ഉറപ്പായും തരും, ചങ്ക് പറിച്ചു തരും. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയോട് എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എനിക്കിത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തരും. പക്ഷേ ഒരു രീതിയിലും അവരെ കഷ്ടപ്പെടുത്തരുത്. ഇത് നമുക്ക് പടച്ച തമ്പുരാൻ തന്ന കഷ്ടമാണ്. ഇവിടെ ഈ ഒരു വീഴ്ച എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സർവശക്തൻ തന്നിട്ടുള്ള കഷ്ടപ്പാടായിരിക്കാം. ഞാൻ ഇന്നും ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഒരാളെയും വേദനിപ്പിക്കാത്ത, എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എറുമ്പിനെ പോലും നോവിക്കരുത്. ഇത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ എറുമ്പിനെ കണ്ടാൽ എറുമ്പിനെ പോലും നമ്മൾ ചവിട്ടി മതിക്കരുത്. കാരണം ഏറ്റവും കുറവ് ആയുസുള്ള ഒരു ജീവിയാണ് എറുമ്പ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ പോലും നോവിക്കരുത് എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അപ്പം അത്രയും പാവമായിട്ടുള്ള എൻ്റെ ഭർത്താവിന് ഇതുപോലൊരു അസുഖം വന്നപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ എൻ്റെ സൃഷ്ടാവിനോട്, എൻ്റെ ഹസ്ബൻഡ് എന്ത് പാപം ചെയ്ത്, എന്ത് തെറ്റ് ചെയ്ത് ഇതുപോലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റ് ചെയ്തു, അങ്ങനെ ഇങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഈ ഒരവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോൾ, ഇന്ന് ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോൾ, ശരിക്കും നമ്മളൊരു വിശ്വാസിയാണ് എങ്കിൽ നമ്മളെ ഉള്ളിൽ തോന്നുന്ന ഒരു തോന്നൽ ഈ ഒരു രീതിയിലായിരിക്കാം. അതായത് എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു വയ്യായിക വന്നില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്നും ആ മനുഷ്യൻ്റെ തണലിൽ അടുക്കളയ്ക്കുള്ളിൽ ഭക്ഷണം വെച്ച് വിളമ്പി എൻ്റെ മക്കളോടൊപ്പം സുഖമായി ജീവിക്കുന്ന ഒരു വീട്ടമ്മയായി ഞാൻ ജീവിതം ജീവിച്ചങ്ങോട്ട് പോവുമായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന തയ്യലുകൾ മാത്രം ചെയ്ത് ആ ഒരു രീതിയിൽ ഒരു സാധാരണക്കാരിയായി, ഒരു സാധാരണ വീട്ടമ്മയായി ഞാൻ എൻ്റെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഇതുപോലൊരു വീഴ്ച എനിക്ക് തന്നപ്പോഴാണ്
എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലൊരു വീഴ്ച തന്നപ്പോഴാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയ ഒരു വുമൺ ആണ് എന്നുള്ളത് ഞാൻ എന്നെ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്ത ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ 5 മക്കളുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഭീമപള്ളി എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വദേശമല്ല. ഞങ്ങൾ ആ സമയത്ത് വീട് മാറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വീട് മാറി 2ാമത്തെ മാസത്തിലാണ് എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ വയ്യാതാകുന്നത്. അപ്പം ഞങ്ങളൊരു വീട്ടിൽ നിന്ന് മാറി മറ്റൊരു പ്രദേശത്ത് നമ്മളെ വ്യക്തിപരമായി അറിയാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുടെ മുന്നിൽ ഞങ്ങൾ താമസിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെ വയ്യാതാകുന്നത്. ആ വയ്യാതാകുന്ന നിമിഷം ഞാനും എൻ്റെ മകനും, എൻ്റെ 2ാമത്തെ മകൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ്. ഈ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ്, ഞങ്ങൾ വീട് മാറുന്നതിൻ്റെ ഒരു മാസത്തിന് മുമ്പ് ഇദ്ദേഹത്തിന് മുമ്പ് വയ്യായിക വന്നിട്ടുണ്ട്. ആ സമയത്ത് മെഡിക്കൽ കോളേജിൽ പോകണം, നിങ്ങളൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മെഡിക്കൽ കോളേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനുഷ്യന് എന്തോ ഒരു ഭയമാണ്. ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോയാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ഞാൻ തിരിച്ചു വരില്ല, നീ എന്നെ കൊല്ലാനാണോ ഭാവം എന്നുള്ള ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തോന്നിയുമില്ല. ഞങ്ങൾ മെഡിക്കൽ കോളേജ് വരെ പോയിട്ട് അവിടെ നിന്ന് മസാല ദോശയും തിന്നിട്ട് തിരിച്ചു വന്ന മക്കളാണ്. തിരിച്ചു വന്ന് 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന് വയ്യാതായി. ഇങ്ങനെ ഒരു കുഴഞ്ഞ ഒരു ഛർദിലും തലകറക്കവും കുഴഞ്ഞ ഒരു രീതിയിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അടുത്ത വീട്ടിലുള്ള പയ്യന്മാരെയൊക്കെ വിളിച്ച് ഞാൻ ഇദ്ദേഹത്തിനെ താങ്ങി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മക്കളോട് പറയുകയാണ്, വാപ്പ ഇനി തിരിച്ചു വരില്ല, ഉമ്മച്ചി പറയുന്ന എല്ലാം എൻ്റെ മക്കൾ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ, നിങ്ങളെങ്ങനെ ഇങ്ങനെ പറയുന്നത്, ഞാനല്ലേ നിങ്ങളെ കൊണ്ടുപോകുന്നത്, ഞാൻ കൊണ്ടുപോകുന്നത് പോലെ തിരിച്ചു കൊണ്ടുവരും, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലേ മനുഷ്യ, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലേ, എൻ്റെ കൂടെയല്ലേ നിങ്ങൾ വരുന്നത്. അപ്പം ഇദ്ദേഹത്തിന് അപ്പോഴേ തന്നെ ഒരു ബോധമില്ലാത്ത ഒരവസ്ഥ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനും എൻ്റെ മോനും കൂടി കൊണ്ടുപോകുന്ന, ജനലാശുപത്രിയിൽ കൊണ്ടുപോകുന്ന, അവിടെ വെച്ചാണ് ഇദ്ദേഹത്തിന് സ്ട്രോക്കാണ് എന്നുള്ളത് അറിയുന്നത്. ഞങ്ങളൊരു ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല, ഞങ്ങൾ അറിയുന്നില്ല ഹോസ്പിറ്റലിൽ ഞങ്ങളെ അഡ്മിറ്റ് ആക്കും എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം ഞാനും എൻ്റെ മോനും കുറച്ച് പൈസയുമായിട്ട്, അന്ന് ഇദ്ദേഹത്തിൻ്റെ സാലറിയൊക്കെ കിട്ടി, സാലറിയൊക്കെ വറ്റി വരേണ്ട ഒരു സമയത്ത് എൻ്റെ ഒരു മാല ഞാൻ വേഗം തന്നെ കൊണ്ടുപോയി പണയം വെച്ച് 10,000 രൂപയുമായിട്ട് ഞാൻ ജനലാശുപത്രിയിൽ പോകുന്നു. അവിടെ നിന്ന് അവർ ആംബുലൻസ് ബുക്ക് ചെയ്ത്, ആംബുലൻസിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആംബുലൻസിൽ കയറി യാത്ര പോവുകയാണ്. ഈ സമയത്ത് എൻ്റെ 5 കുട്ടികളും വീട്ടിൽ ഒറ്റയ്ക്കാണ്. എൻ്റെ 4 മക്കൾ. എൻ്റെ മൂത്ത മോളെ, അന്നെന്ന് പറയുന്നത് 3 വർഷങ്ങൾക്ക് മുമ്പ് അവൾ വളരെ കുഞ്ഞാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 8ാം ക്ലാസ്സിൽ പുതിയ സ്കൂളിൽ അഡ്മിഷനൊക്കെ കിട്ടി, പുതിയ യൂണിഫോം ഒക്കെ വാങ്ങിച്ച്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തയ്യക്കാരിയാണ്, ഞാൻ തന്നെയാണ് എൻ്റെ മക്കൾക്ക് യൂണിഫോം തച്ചു കൊടുക്കുന്നത്. ആ ഒരു ടൈമിലെന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ ഭയങ്കര ശരിക്ക് തയ്യലൊക്കെ വന്നിങ്ങനെ കിടക്കുന്ന സമയമാണ്. കുറേ ഞാൻ തയ്ക്കുന്നു, വെട്ടുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ കുറേ കുട്ടികളുടെ യൂണിഫോം പല സ്കൂളുകളിൽ നിന്ന് യൂണിഫോം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ മൂത്ത മകളെ ഏൽപ്പിച്ച്, മറ്റു 3 കുട്ടികളെയും എൻ്റെ മൂത്ത മകളെ ഏൽപ്പിച്ച് എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ജനലാശുപത്രിയിലേക്ക് പോകുന്നു. എൻ്റെ അമ്മ ഒരു സ്ട്രോക്ക് ബാധിച്ച ഒരു അമ്മൂമ്മേനെയാണ് നോക്കാൻ നിൽക്കുന്നത്. പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് അവർക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റൂല, കാരണം ആ അമ്മൂമ്മയുടെ മക്കളെല്ലാം സർക്കാർ സർവീസിലുള്ള മക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ലീവ് എടുത്ത് അമ്മേനെ നോക്കാൻ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പം എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് വരാനും പറ്റൂല. ഇവിടെ ഒരു പ്രശ്നം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫോണ് ഞാൻ എൻ്റെ മക്കൾക്ക്, അന്ന് 2 ഫോണേ ഉള്ളൂ, എൻ്റെ ഫോണ് എൻ്റെ മക്കൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഫോണും എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഈ ഫോണിൽ എന്ന് പറയുന്നത് നെറ്റും ഇല്ല, കോൾ ചാർജും ഇല്ല. ഈ ഫോണും കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവിടെ വെച്ചാണ് ജനലാശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകണം എന്നുള്ള ഒരു തീരുമാനം എത്തുന്നത്. അവിടെ നിന്ന് ആംബുലൻസ് ബുക്ക് ചെയ്ത് 100 രൂപയാണ് കേട്ടോ. ജനലാശുപത്രിയിൽ നിന്ന് ആ ആംബുലൻസ്, സർക്കാർ ആംബുലൻസാണ്, അന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നു. എൻ്റെ മോനെന്ന് പറയുന്നത് ഏത് വാഹനത്തിൽ കയറിയാലും അവന് വോമിറ്റിങ്ങും തലയിറക്കവും ഉണ്ടാവും. അന്ന് ആംബുലൻസിൽ കയറി, ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ആംബുലൻസിൽ കയറി മെഡിക്കൽ കോളേജിൽ ചെന്നിറങ്ങുന്നു. മെഡിക്കൽ കോളേജിൽ ചെന്നിറങ്ങി ആ ഒരു സ്പീഡിൽ തന്നെ ഒരു സ്ട്രക്ചറൊക്കെ കിട്ടി. സ്ട്രക്ചറല്ല, വീൽ ചെയറിൽ കയറ്റി എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ അകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ മോൻ ഇറങ്ങി ഓടെയാണ് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട്. അവൻ പുറത്തും ഞാൻ അകത്തും. ഞാൻ ഇദ്ദേഹത്തിനെയും കൊണ്ട് കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി കാണിക്കുമ്പോഴാണ് അപ്പോൾ നമുക്ക് MRI സ്കാൻ എടുത്ത്, ആ സ്കാനിങ് റിപ്പോർട്ടുണ്ട്, ജനലാശുപത്രിയിൽ നിന്ന് സ്കാൻ എടുത്തപ്പോഴാണ് അറിയുന്നത് ബ്ലീഡിങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നത്. ഞാൻ അകത്ത് കയറി,
സാധാരണ മെഡിക്കൽ കോളേജിൽ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങണമെങ്കിൽ പാസ് വേണം. അകത്തോട്ട് ഒരാൾക്ക് കയറണമെങ്കിലും എന്ത് വേണം? പാസ് വേണം. എൻ്റെ മോൻ വളരെ ചെറിയ മോനാണ്, അവൻ പുറത്ത്. ഞാൻ ഇദ്ദേഹത്തിന് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നാക്കി, ഒരു സ്ട്രക്ചറൊക്കെ കിട്ടി, അതിൻ്റെ മുകളിൽ കയറ്റി കിടത്തി. ഡോക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മോനെ കാണുന്നില്ല. അപ്പോൾ ഇവ എനിക്ക് ഛർദ്ദിക്കണം അമ്മച്ചി പറഞ്ഞിട്ടാണ് പോയതെങ്കിൽ അവൻ എൻ്റെ പിന്നാലെ വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പുറത്ത് പോയപ്പോഴത്തേക്ക് ഒരു വിധത്തിൽ ഇവനകത്ത് കയറ്റൂല. ഈ മെഡിക്കൽ കോളേജിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായ, അതായത് മാനസികമായി ഞാൻ തളർന്നു പോകുന്ന ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂറോളം കാഷ്വാലിറ്റിയിൽ ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അഡ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് അഡ്മിഷൻ്റെ ബുക്കും എടുത്ത് വാർഡിലേക്ക് പോകുമ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഞാൻ സെക്യൂരിറ്റി അടുത്തൊക്കെ സംസാരിച്ച് എടുത്ത് കാല് പിടിച്ച് എൻ്റെ മോനെ ഞാൻ അകത്തോട്ട് കയറ്റി. അകത്ത് കയറ്റിയതിന് ശേഷം വാർഡിൽ കൊണ്ടുപോകുമ്പോൾ വാർഡിൽ ഒറ്റ ബെഡില്ല. 49 ആൾക്കാരുള്ള ഒരു ബെഡ്. അത് പിന്നെ വാർഡ് 49 ആൾക്കാർ എൻ്റെ അറിവിൽ 40 കൂടുതലുണ്ട് പിന്നെ ഉള്ള ഒരു വാർഡാണ് കിട്ടിയിരിക്കുന്നത്. ആ വാർഡിലെന്ന് പറയുന്നത് ആകെ 3 നേഴ്സുമാരും ഉണ്ട്. അവിടെ ഒരു ബ്ലഡ് നമ്മളിപ്പോൾ കൊണ്ടുപോയ ഉടനെ ഒരുപാട് ബ്ലഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. ഇതിനെല്ലാം ഓടുന്നത് ഞാൻ എൻ്റെ മോനെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിർത്തിയിട്ടാണ് ഓടുന്നത്. ഈ ഒരു സമയത്ത് എൻ്റെ മക്കള് വീട്ടിൽ ഒറ്റയ്ക്കാണ്. എൻ്റെ 4 പൈതമക്കൾ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ മക്കള് അവരുടെ അമ്മയും അച്ഛനും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയി നിൽക്കുന്ന ഒരു സമയം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല, ആരെ വിളിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഫോണിലാണെങ്കിലോ 5 പൈസയുമില്ല. ആ സമയത്തിന് എൻ്റെ ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുട്ടി എന്നെ വിളിക്കുകയാണ്. അതായത് യൂണിഫോം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ഇത്ത നിങ്ങൾ എന്തേ കട തുറന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട്. ഭാഗ്യം, ഒരു മനുഷ്യൻ്റെ ഭാഗ്യം എവിടെയൊക്കെയാണ് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പാടില്ല. ആ ഒരു സമയത്ത് ആ കൊച്ചിനെ എന്നെ വിളിക്കേണ്ട കാര്യമേ ഇല്ല, ആ കൊച്ചെന്നെ വിളിക്കാറും ഇല്ല. പക്ഷെ കൃത്യമായിട്ട് ആ കൊച്ച് എന്നെ വിളിക്കുകയാണ്, ഇത്ത കടയിൽ യൂണിഫോം വാങ്ങാൻ ഒരാൾ വന്നിട്ടുണ്ട്, നിങ്ങളെവിടെ? അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് മൊബൈൽ ചാർജ് ചെയ്ത് തരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ വന്നില്ല. പകരം എൻ്റെ മനസ്സിൽ വന്നത്, മോനെ എൻ്റെ മക്കൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഇതുപോലെ ഇക്കാക്കയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ മക്കൾക്ക് കുറച്ച് ഫുഡ് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ പൊന്നുമോൻ മറക്കാൻ പറ്റൂല. ആ പൊന്നുമോൻ, എൻ്റെ മക്കൾ കുഞ്ഞു മക്കളാണ്, 2 ഊണ് വാങ്ങിച്ചാൽ അവർ സുഖമായിട്ട് കഴിക്കും. അവൻ 5 പേർക്ക് ഊണ് വാങ്ങിച്ചു കൊണ്ടുപോയേക്കുന്നു. അവിടെ ഊണ് വാങ്ങിച്ചു കൊണ്ടുപോയി അന്ന് രാത്രിത്തെ ഫുഡും അവൻ തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നു. പക്ഷെ ഈ സമയത്ത് എൻ്റെ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലോട്ട്. അമ്മയും 3-4 ദിവസം കൂടുമ്പോഴാണ് ഞങ്ങളെ വിളിക്കുന്നത്. പക്ഷെ അന്ന് എൻ്റെ അമ്മയും വിളിച്ചു. ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്, അമ്മ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ മക്കളടുത്തൊന്ന് വേഗം എത്താവോ എന്ന്. പക്ഷെ അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കാതെ ഇവർക്ക് വരാൻ വേണ്ടിയിട്ടും പറ്റൂല. അന്നൊരു രാത്രി എൻ്റെ മക്കള് ഒറ്റയ്ക്ക് ആ വീട്ടിൽ കിടന്നുറങ്ങി. ഇതൊക്കെ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാനോ അല്ലെങ്കിൽ മനസ്സിൽ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എൻ്റെ 5ാമത്തെ മകൾ എന്ന് പറയുന്നത് വളരെ കുഞ്ഞുകുട്ടി, 6 വയസ്സ് മാത്രം പ്രായം അവക്കന്ന്. അവള് ഒന്ന് ബാത്റൂമിൽ പോയാൽ പോലും ഞാൻ പോയി കഴുകി കൊടുക്കണം, എന്നാലേ അവൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു സമയമാണ്. 6 വയസ്സാണെങ്കിലും നമ്മൾ പൊന്നുപോലെ നോക്കുന്ന മക്കളാണല്ലോ. അപ്പോൾ അന്ന് രാത്രിയിൽ എൻ്റെ മക്കൾ ആ വീട്ടിൽ ഒറ്റയ്ക്ക് ആരുമില്ലാതെ കിടന്നുറങ്ങി. ഒരു വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു വീടാണ്, 12 സെന്റിനകത്ത് ഒരു വലിയ വീട്. ആ വീട്ടിൽ എൻ്റെ മക്കൾ ഒറ്റയ്ക്ക് കിടന്നുറങ്ങി. പക്ഷെ പിറ്റേന്ന് രാവിലെ 7 മണിക്ക് എൻ്റെ അമ്മ എൻ്റെ മക്കളുടെ അടുത്തെത്തി. അപ്പം എനിക്ക് സമാധാനമായി, എൻ്റെ മക്കൾ സേഫാണ്. ഇനി തിന്നില്ലെങ്കിലും കുടിച്ചില്ലെങ്കിലും മക്കൾ അമ്മ ഉണ്ടല്ലോ അവിടെ എന്നുള്ള ഒരു ധൈര്യത്തിൽ. പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്നും എൻ്റെ ഭർത്താവിൻ്റെ ഫോണിൽ വിളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഭാഗ്യത്തിന് അവരും വന്ന് വിളിച്ചു. അപ്പം ഞാൻ അവരുടെ അടുത്തും കാര്യം പറഞ്ഞു, ഇതുപോലുണ്ട്, ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്, പിന്നെ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. പറഞ്ഞു തീരുന്നതിന് മുൻപ് പക്ഷെ ഈ സംഭവമൊക്കെ നടക്കുന്ന 2 ദിവസം കൊണ്ടാണ് കേട്ടോ. ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തി, എൻ്റെ മക്കൾക്ക് ചോറ് എത്തിച്ചു കൊടുക്കുന്നതൊക്കെ അന്ന് തന്നെ. പക്ഷെ അമ്മയുടെ അടുത്തും എനിക്ക് പറയാനായിട്ട് മറന്നു പോകുന്നു, നമ്മൾക്ക് ഓർമ്മ വരുന്നില്ല. അതായത് എൻ്റെ ഫോണിലൊന്നും ആരെങ്കിലും ചാർജ് ചെയ്യ്, എൻ്റെ ഫോണിൽ പൈസ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ
ഇത് നടക്കുന്നത് ശനിയാഴ്ചയാണ്. ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലെത്താനുള്ള സമയം കഴിഞ്ഞിട്ടും അദ്ദേഹം എത്താത്തത് കൊണ്ട് അവിടെ നിന്ന് ഒരു കുട്ടി വിളിക്കുകയാണ്, എന്ത് പറ്റി വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഞാൻ, എൻ്റെ പൊന്നു മോനെ എനിക്കൊരു സഹായം ചെയ്തതാ, എൻ്റെ ഫോണിൽ ഒന്ന് ചാർജ് ചെയ്തതാ, എനിക്ക് എല്ലാവരെയും ഒന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ്, എന്നെ ഒന്ന് സഹായിക്കുക. അപ്പോഴാണ് അവരും അറിയുന്നത് ഇതുപോലെ ഇദ്ദേഹം ഹോസ്പിറ്റലിലാണ് എന്നുള്ളത്. അങ്ങനെ ഓഫീസിൽ നിന്ന് കുട്ടികൾ വരുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകൻ കൊല്ലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവൻ ഇവിടെ എത്തി. അങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആൾക്കാരൊക്കെ വന്നെത്തി. അത് കഴിഞ്ഞ് 47 ദിവസവും ആ മോൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ജോലിക്ക് പോകും. പക്ഷെ ഞാൻ മനസ്സിൽ മോനെ എന്ന് വിളിച്ചാൽ മതി. അത് എന്ത് തരം ആത്മബന്ധമാണ് എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ മോനെ എന്ന് വിളിച്ചാൽ മതി, അവൻ എൻ്റെ അരികിൽ ഉണ്ടാകുമായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മകൻ. ഈ ഒരു കാലം എന്ന് പറയുന്നത്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഒരുപാട് പേരെടുത്ത് നന്ദി പറയാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരെടുത്ത് എനിക്ക് കടപ്പാടുണ്ട്. ഈ പറയുന്ന പെങ്ങളുടെ മകൻ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, എൻ്റെ അമ്മ, അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കള്, അങ്ങനെ ഒരുപാട് പേരെടുത്ത്, എൻ്റെ നാട്ടുകാർ, എൻ്റെ മഹല്ലുകാർ, എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നെ ഓഫീസ് ഒക്കെ ഈ ഒരു കാലത്ത്, അതായത് ഈ ഒരു വീഴ്ചയുടെ സമയത്ത് ഞങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് നിന്ന് എന്ന് എന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും ഞാൻ ഇവരൊന്നും ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഇവരാരെയും ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണം. ഞാൻ ആ ഒരു സമയങ്ങളിൽ അനുഭവിച്ച ഒരു മാനസിക വ്യഥ എന്താണ്, ആ വിഷമതകൾ എന്താണ്, എൻ്റെ കുഞ്ഞുങ്ങളെ ആലോചിച്ച് ഞാൻ വീഡിയോ കോൾ ചെയ്യും. എൻ്റെ മക്കളെ വൈകുന്നേരം ഞാൻ വീഡിയോ കോൾ ചെയ്യും. അപ്പോഴെൻ്റെ മോള് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ എൻ്റെ ചങ്ക് ഇങ്ങനെ പൊടിഞ്ഞു പോവും. എൻ്റെ കയ്യിലെ ഇവിടെ കിടന്നുറങ്ങുന്ന മോളാണ് അവളൊറ്റയ്ക്ക് കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊടിഞ്ഞു പോവുമായിരുന്നു. കാരണം ബാപ്പയും ഇല്ല, ഉമ്മയും അടുത്തില്ല. എൻ്റെ മക്കൾ പലപ്പോഴും വിളിച്ചിട്ട് പറയും, ഉമ്മച്ചി വയ്ക്കുന്ന ചോറ് കഴിക്കാൻ ഞങ്ങൾക്ക് കൊതിയാകുന്നു, ഞങ്ങൾക്ക് വിശക്കുന്നു, ഉമ്മച്ചി എപ്പോ വരും. ഇതൊക്കെ വേദനകളാണ്, ഇതൊക്കെ വിഷമതകളാണ്. നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കി പറയാം.